ഒരു ചായ കുടിക്കും. ചായ നല്ല സ്ട്രോങ് വേണം, മീഡിയം വേണം. അങ്ങോട്ട് കുടിക്കും. നമ്മളെ കടയിൽ ഇവിടെ എല്ലാവരും കുടിക്കണമല്ല, നമ്മൾ ആളല്ലേ. കടി വേണോ? കടി എടുക്കടി അങ്ങോട്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നതല്ലേ ഇത്? ഇവിടുത്തെ സ്പെഷ്യലാ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ആ, കൂടെയുള്ള പണിക്കാരൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആൾക്കാരാ. മുതലാളിയോ? ചിരിക്കൊന്നുമില്ല, ഒരു മൂച്ചാട്ടേന്നാ തോന്നണേ. അല്ല, അത് അങ്ങനെയാണ്, നമ്മൾ ആദ്യം ചെല്ലുമ്പോല്ലേ. പക്ഷെ ഭാഗ്യമാണ് കേട്ടോ, ഈ നേരമാകുമ്പോ പോരാ. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരു ഉച്ചയ്ക്ക് പോരാ. ഞങ്ങൾ പിന്നെ എല്ലാവരും വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നതാണ്. പിന്നെ അങ്ങനെ ജോലി പെട്ടെന്ന് തീർന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ജോലി തീർത്തിട്ട് വരാൻ നോക്കണ്ട, അത് മണ്ടത്തരമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജോലിക്ക് കയറിയാൽ അവിടെ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് വരുത്തിയെടുക്കണം. ഇനി ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ എവിടെയെങ്കിലും നമ്മൾ ചെന്ന് പെട്ടാൽ പിന്നെ അവിടെ നമ്മളായിരിക്കും ആളിനാൾ, നമ്മൾ നിറഞ്ഞങ്ങ് നിൽക്കും. അതുപോലെ നീ ആ സ്ഥാപനത്തിൻ്റെ എല്ലാമായി മാറണം. ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രമുഖൻ്റെ കൂടെ നടന്നിട്ട് നീ ഇതൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് കേട്ടതെങ്കിൽ. 10 തലയുള്ള രാമണൻ ബുദ്ധി ഉപദേശിച്ച് തരാം. ഇന്ന് നീ ജോലി സ്ഥലത്ത് എത്ര മണിക്ക് ഇറങ്ങി? 5 മണി വരെയാണ്. 4 മണിയൊക്കെ 4:30. എന്നാൽ നാളെ മുതൽ അങ്ങനെ ഇറങ്ങരുത്. 5 മണി വരെയാണ് ജോലി സമയമെങ്കിലും നമ്മളൊരു 6-6:30 മണി വരെ അവിടെ ഇരുന്ന് ഈ ജോലിയെ വലിച്ചു നീട്ടി അങ്ങോട്ട് ചെയ്യണം. എടി, അതിൽ കാര്യമുണ്ട്. നീ ഭയങ്കര ആത്മാർത്ഥതയുള്ള ആളാണെന്നും നീ ജോലിയിൽ ഭയങ്കര ശ്രദ്ധയാണെന്നും നിനക്ക് അവിടെ ഈ സ്ഥാപനമായിട്ട് ഭയങ്കര അടുപ്പമുണ്ടെന്നൊക്കെ തോന്നണം അയാൾക്ക്, നിൻ്റെ ആ ജോലി ഇത് കണ്ടിട്ട്. പിന്നെ എപ്പം മുതലാളിയെ കണ്ടാലും മുതലാളിയുടെ താഴേക്കുള്ള കുറേ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കാണുമ്പോൾ ഇച്ചിരി വിനയം, തൊഴുതോ നമുക്കൊന്നും സംഭവിക്കാൻ പോലില്ല. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യണം നമ്മൾ. ഇത്രയേ ഉള്ളൂ, ഇത് നമ്മൾ കാണിക്കും. നീ ഒരാഴ്ച ഇങ്ങനെ ചെയ്തു നോക്കിയാണ്. അയാൾ അപ്പം പോലും നിന്നെ കാണുമ്പോൾ പിന്നെ തിരിച്ച് തൊഴുതു കിടക്കും. അതൊക്കെ എന്താ സംഭവമല്ലേ? പിന്നെ നിനക്ക് ഇത് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥാനക്കയറ്റം കിട്ടും. നീ അടുത്ത് ഈ പണിയിൽ നിന്ന് മാറി വേറെ മേളിലോട്ട് കയറി പോകണ്ടേ മേളിലോട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ. എടുത്ത് ചാടി ഓടി ഇറങ്ങട്ടെ. ജോലി വീട്ടിൽ ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ അങ്ങനെ സ്പീഡിന് ചെയ്യും. അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. നിനക്കൊരു കടിക്കടി അങ്ങോട്ട് കഴിക്കടി. എന്ത്? എനിക്ക് പകുതി മതി. തക്കളി പാഴ്സൽ വേണോ? വേണ്ട. പെണ്ണിപ്പോൾ കടിച്ചടിച്ച് വരാം. എണ്ണപ്പലഹാരം കഴിച്ചിട്ട് കൊടുക്കും. ഉള്ളിവിടാ. അടുപ്പത്തുള്ളതെടുത്ത് മാറ്റി വെച്ചേക്കേ. ഡാഡി പോണേ.
11:00 ഉള്ളു. അപ്പൊ അതിന് തിരിച്ചു വന്നത് ഇന്നില്ലായിരുന്നാ? എന്തു പറ്റി? എന്ത് പറ്റി? എന്താ എന്തോടി തങ്കം കടയാവതി അതാ ഹർത്താലാ? എന്താ നാത്തൂര്? എന്താ നിനക്ക് എന്തല്ലോ കുഴപ്പം നിനക്ക്? സമാധാനമായല്ലോ. ഓരോ പൊട്ട ഐഡിയ ആയിട്ട് വരും. എന്താ എന്നാ പണിന്ന് പറഞ്ഞു വിട്ട്. എന്തിന്? നിങ്ങൾ കാരണം. ഞാൻ എന്ത് ചെയ്ത്? ഈ മനുഷ്യൻ പറഞ്ഞ് ആ മുതലാളിയുടെ പ്രീതി സമ്പാദിച്ചെടുക്കണം, അതുകൊണ്ട് നീ 5 മണിയാകുമ്പോ അവിടുന്ന് പോരരുത്, എല്ലാരും പോന്നു കഴിഞ്ഞ് നീ ഒരു 6-6:30 വരെ അവിടെ ഇരുന്ന് ജോലി ചെയ്തോളാൻ പറഞ്ഞു. തന്നെ എല്ലാം മുതലാളിയുടെ നല്ലോണം വിനയം കാണിക്കണോന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് ഇപ്പൊ അയാൾ പറയണ എന്താണെന്നറിയാമോ? വിനയം കാരണം എന്നെ തട്ടിയിട്ട് അയാൾക്ക് നടക്കാൻ പാടില്ലെന്ന്. എല്ലാവരും 5 മണിക്ക് തീരുന്ന പണി ഞാൻ 6:30 തീർത്തിട്ടില്ല, എനിക്ക് പണി അറിയാൻ പാടില്ല, അങ്ങനെ പണി അറിയാത്ത ഒരാൾക്ക് അവിടെ ജോലി ഇല്ലാന്നും പറഞ്ഞു. തന്നെ എല്ലാ സെക്യൂരിറ്റിയും പറഞ്ഞു എന്ത് അയാൾക്ക് നേരത്തെ അടച്ചിട്ട് പോകാൻ പറ്റണില്ല ഞാൻ കാരണമൊന്നും. ഫസ്റ്റ് എന്റെ നാത്തൂനെങ്കിലും കുറച്ച് ബോധം ഉണ്ടാവുമെന്നാ വിചാരിച്ചത്. ഈ ആത്മാർത്ഥതയൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ അതൊക്കെ ആവശ്യത്തിന് മാത്രം. ഈ അമിത ആത്മാർത്ഥത അമിത വിനിയോഗം ഒരു തരം കള്ളത്തരത്തിന്റെ ലക്ഷണമാണ്. അതൊക്കെ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഓരോരുത്തരുടെ ഒടുക്കത്തെ ബുദ്ധി. എന്തായാലും ജോലി പോയപ്പോ സമാധാനമായില്ല.